KPCC പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി. സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കുമൊക്കെ അർഹതപ്പെട്ടവരെ അംഗീകരിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം പുള്ളി ഇപ്പം അബദ്ധത്തിൽ ചെന്നിയാടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കോൺഗ്രസ്സിൽ ആ പ്രസ്താവന തിരുത്തേണ്ട ഒരവസ്ഥ, പുള്ളി RSS ആണ് BJP ആണെന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി അല്ല, ഈ കോൺഗ്രസ്സിനകത്ത് 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് കോൺഗ്രസ്സുകാർ, വേറൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. ഈ കോൺഗ്രസ്സിനകത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം കൂടി വരികയാണ്. VD സതീശനൊക്കെ നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റാണ്. ഖദർ ഷർട്ടിട്ടുകൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കോൺഗ്രസ്സിനകത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും വല്ലാത്ത അസ്വസ്ഥയുണ്ടാക്കും ഈ സംഘപരിവാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ. സുധാകരൻ പറഞ്ഞത് ന്യായമായൊരു കാര്യമാണ്. കൊള്ളാവുന്നവനാണോ അവൻ്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, അവനെ നോമിനേറ്റ് ചെയ്യുക. അതാത് ഫീൽഡിൽ മിടുക്കന്മാരാണെങ്കിൽ നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കും. ഞങ്ങളുടെ ആൾക്കാർ കോൺഗ്രസ്സുകാർ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സന്തോഷം. ഇനി കൊള്ളില്ലാത്തവരാണ് നോമിനേറ്റ് ചെയ്തില്ല, ശരി, അതിൽ ഞങ്ങൾക്ക് വിഷമവുമില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചുമ്മാ വഴിയെ പോകുന്ന രാഷ്ട്രീയക്കാരെ കയറ്റിയാൽ ഞങ്ങൾ എതിർക്കും. ഇതാണ് സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഈ അദ്ദേഹം അങ്ങനെ സംഘപരിവാർ ആൾക്കാരെ അതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്നതിനകത്ത് വാസ്തവമല്ലോ ഉണ്ട്. അതെനിക്കറിഞ്ഞൂടാ. ഹൈക്കോടതി പരിശോധിക്കുകയില്ലേ? ഹൈക്കോടതി പരിശോധിച്ചിട്ട് 4 പേരുടെ നോമിനേഷൻ സ്റ്റേ ചെയ്തു, ബാക്കി ക്ലിയർ ചെയ്തു എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവരുടെ യോഗ്യത. പിന്നെ ബാക്കി കാണുന്ന മുഴുവൻ രാഷ്ട്രീയ നാടകമാണ്. ഇനി വാസ്തവത്തിൽ എനിക്കിത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് ഹൈക്കോടതി കൊടുക്കുന്നു, ഹൈക്കോടതി ഇത് പരിശോധിക്കുന്നു, 18 പേരുടെ ലിസ്റ്റോ മറ്റോ, അതിൽ 4 പേരുടേത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോകാം, അത് സ്റ്റേ ചെയ്യുന്നു, ബാക്കിയുള്ളവരുടെ ഓക്കെ. അല്ലേ, ഹൈക്കോടതി പരിശോധിക്കുന്ന സംഘപരിവാറാണോ എന്നുള്ളതല്ലോ, ഇതിനകത്ത് ഇരിക്കാൻ യോഗ്യതയുണ്ടോന്നല്ലേ പരിശോധിക്കാൻ പറ്റും. അതെ. അപ്പോൾ ഇതിനകത്ത് പ്രസ്താവന എന്ന് പറയുന്നത് ഇപ്പം CPMൻ്റെ സെക്രട്ടറി പറഞ്ഞതും KPMൻ്റെ സെക്രട്ടറി പറഞ്ഞത് ഇദ്ദേഹം നമ്മുടെ ഗവർണർ സംഘപരിവാറിനെ തിരികെ കയറ്റുന്ന അല്ലെങ്കിൽ സർവകലാശാലകളിലുള്ള സംഘപരിവാർ കയറ്റുന്ന. ഞാൻ പറയട്ടെ, ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഹരി എസ് കർത്ത എനിക്കറിയാവുന്ന ഒന്നാം തരം RSSകാരനാണ്. ഈ ഹരി എസ് കർത്തയുടെ അപ്പോയിൻമെൻറ്റ് ആരാണ് നടത്തിയത്? ഈ പിണറായി വിജയനല്ലേ നടത്തിയത്. ഗവർണർ നേരിട്ടല്ല അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. അന്ന് വലിയ ബഹളം ഉണ്ടാകുകയും ഒരു IASകാരൻ ജ്യോതിലാൽ എന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് ഒളിവില്ലാത്തൊരു കക്ഷി ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തു, ഈ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഗവർണർ ചൂടായി. അവസാനം ജ്യോതിലാലിനെ ആ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയന് മാറ്റേണ്ടി വന്നു, ഗവർണർക്ക് വേണ്ടാത്ത കത്തയച്ചതിന്. അപ്പോൾ ഈ ഹരി എസ് കർത്ത സംഘപരിവാറല്ലേ? ഇതെന്താന്ന് ഈ പറയുന്നത്? നിങ്ങൾ സംഘപരിവാറുകാരെ എവിടെയെല്ലാം വയ്ക്കുന്നു? നിങ്ങൾക്ക് അവരില്ലാത്ത, ഞാൻ സെൻസർ ബോർഡിൽ നിങ്ങൾ സംഘപരിവാറുകാരെ വെച്ചിട്ടില്ലേ? നിങ്ങളുടെ നോമിനിയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയുണ്ട്. ഒരു കാര്യം, ഈ സംഘപരിവാറിനെ അൺടച്ചബിൾ ആക്കാം എന്നുള്ള CPMൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് നടക്കാൻ പോകുന്നില്ല. പ്രോഗ്രസീവ്ലി അത് പരാജയപ്പെട്ടു വരികയാണ്. നിതിൻ ഗഡ്കരി എന്നുള്ള മന്ത്രിയെപ്പറ്റി എന്തെങ്കിലും ഒരു മോശം ഇവർക്ക് പറയാനുണ്ടോ? കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിയെക്കാളും വലിയ RSS ആണ് നിതിൻ ഗഡ്കരി. ഈ നിതിൻ ഗഡ്കരി 1ാം നമ്പർ മന്ത്രിയാണെന്ന് ആദ്യം പറഞ്ഞത് G സുധാകരനാണ്. ആർക്കും എതിർപ്പുണ്ടായില്ല. ശബരിമലയിൽ പല പ്രപ്പോസലുകൾ വന്നു. G സുധാകരൻ പറഞ്ഞു ഇതിലെന്തെങ്കിലും കഴമ്പുള്ള പ്രപ്പോസൽ കുമ്മനം രാജശേഖരൻ തന്ന പ്രപ്പോസലാണെന്ന് പറഞ്ഞു. എന്ത് പറയാനുണ്ട് ഈ MP രാജേഷ് എന്നൊക്കെ പറയുന്ന DYFIക്കാരന്? ഇവനൊക്കെ വെറുതെ കണ്ണാടി വെച്ച് വർത്താനം പറഞ്ഞ് ഞാൻ മന്ത്രിയാവില്ല, തലയ്ക്ക് വെളിവ് വേണം. പക്ഷേ ആ സുധാകരനെ ഇവരെ ഒതുക്കി, SDPIക്ക് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ ഒതുക്കി. ഇവരുടെ കയ്യിൽ പോലും നിൽക്കില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഈ MP രാജേഷിനെ ഓവർടേക്ക് ചെയ്തിട്ട് മുഹമ്മദ് റിയാസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ MP രാജേഷ് എന്ത് ചെയ്യും? ഒരക്ഷരം വേണ്ടിയില്ല. സുധാകരനെ ഒതുക്കിയെന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CPMൻ്റെ ഇപ്പോൾ പ്രായപരിധി വെച്ച് സുധാകരൻ്റെ പ്രായം 75-നപ്പുറമായി. അപ്പോൾ 75-നപ്പുറമുള്ള CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയിൽ നിന്നാണ് സുധാകരൻ മാറിയേണ്ടി വന്നത്. മുഖ്യമന്ത്രിക്ക് എത്ര വയസ്സ്? മുഖ്യമന്ത്രിക്ക് പോളിറ്റ് ബ്യൂറോ കൂടി പ്രത്യേകം ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അയാൾക്കൊരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പോൾ എൻ്റെ വന്നു കഴിയുമ്പോൾ അതിനൊരു എക്സംഷൻ. സുധാകരന് വയസ്സ്, ഇത് വ്യക്തമായ ഇരട്ടത്താപ്പല്ലേ? ശരിക്ക് 75 വയസ്സാണെങ്കിൽ എനിക്ക് 75 വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങണം. അല്ലാതെ ഞാനിവിടെ വലിയ ഗുലാണ്ടറാണ്, ഞാൻ ഇറങ്ങുന്നില്ല, പ്രശാന്ത് പുറത്തിറങ്ങണം, പ്രശാന്തിന് 75 എന്ന് പറയുന്നതാണ് ഒതുക്കൽ. ഇതാണ് ഒതുക്കൽ. വ്യക്തമായി ഇത് സുധാകരൻ തന്നെ പല സ്ഥലത്ത് പറഞ്ഞല്ലോ, അതൃപ്തി പ്രകടിപ്പിച്ചു, പല രീതിയിൽ പോയി
പുള്ളിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, എന്തോ തൂക്കിക്കൊല്ലുന്ന പോലത്തെ ശിക്ഷയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നത്. ഈ പ്രായത്തിൽ അങ്ങേര് ബ്രാഞ്ചിലായാലും എന്താ, ഏരിയയിലായാലും എന്താ. പക്ഷേ അങ്ങേരെ ഒതുക്കി എന്നുള്ളത് സത്യമാണ്. ഞാനിത് ഈ സുധാകരൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കൊല്ലം എം നൗഷാദിൻ്റെ കയ്യിലാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി ആരും ആയിക്കോട്ടെ, കൊല്ലത്ത് കാര്യങ്ങൾ നടത്തുന്നത് നൗഷാദാണ്. ആലപ്പുഴയിൽ എച്ച് സലാമാണ്. എറണാകുളത്ത് സാക്കിർ ഹുസൈനാണ്. പാർട്ടിയുടെ ഓരോ ദുർഗങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ വേണമെന്നൊന്നുമില്ല. നിയന്ത്രിക്കുന്നതാരാ? നേതൃത്വത്തിലുള്ളവരല്ല പലപ്പോഴും നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ സ്റ്റൈല്, കണ്ടന്റ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതാരാ? ജയറാം രമേശും സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരി CPM അല്ലേ? പക്ഷേ അങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്. ഇവരടങ്ങുന്ന അർബൻ നക്സൽ ഗ്രൂപ്പാണ് രാഹുൽ ഗാന്ധി എന്ത് പറയണം എന്ത് പറഞ്ഞുകൂടാന്ന് തീരുമാനിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് നടന്നതിനാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് തിരിച്ചടി കിട്ടിയത്, 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ. കാരണം ആ നരേറ്റീവ് ഇന്ത്യയിൽ ചിലവാകില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ആളല്ല, ഇരിക്കുന്ന ആളിൻ്റെ നാക്കും തലച്ചോറും ആരുടെ കയ്യിലാണ് എന്നുള്ളതിനനുസരിച്ചാണ് നിയന്ത്രണം വരുന്നത്. അതുകൊണ്ട് സാക്കിർ ഹുസൈൻ പാർട്ടിയുടെ വലിയ നേതാവൊന്നും ആവണമെന്നില്ല. നൗഷാദ് എന്താ പാർട്ടിയുടെ വലിയ നേതാവാണ്, MLA ആണ്, പിന്നെ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമൊക്കെ കാണുമായിരിക്കും. മുഹമ്മദ് റിയാസ് നോക്കും. മുഹമ്മദ് റിയാസ് ഒരു സാധാരണ മന്ത്രിയല്ലേ? എന്നാൽ സാധാരണ മന്ത്രിയാണോ? സെക്രട്ടേറിയറ്റിലുണ്ടല്ലോ. ആയിക്കോട്ടെ. പക്ഷേ പിണറായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാരാ? ഒരു പക്ഷേ പിണറായിയെ പോലും കടത്തി വെട്ടുന്നതാരാ? മുഹമ്മദ് റിയാസാണ്. ആരോപണമല്ല, പിണറായിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു മന്ത്രിയും ഇറങ്ങാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ആളാണ് മുഹമ്മദ് റിയാസ്. വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതായിട്ട് കണ്ടാൽ പോരെ. എന്തിനു വ്യക്തിപരം? മന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് വ്യക്തിപരമാണോ? മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്തമില്ല. ബാക്കിയുള്ള മന്ത്രിമാര് അവരുടെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി അവര് തൊട്ട് പിന്നാലെ R ബിന്ദു, പിന്നെ MP രാജേഷ്, ഈ മന്ത്രിമാരൊക്കെ പ്രസ്താവനയായിട്ട് ഇറങ്ങി മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ. മുഹമ്മദ് റിയാസ് പറയുന്നത് വരെ ഇവരൊക്കെ മിണ്ടാതിരുന്നതാണ്. കാരണം മുഹമ്മദ് റിയാസിലൂടെ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, അഥവാ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. ഇതാണ് നിയന്ത്രണം. അത് മുഹമ്മദ് റിയാസ് പറഞ്ഞു കഴിയുമ്പോൾ MP രാജേഷിന് പറയാതിരിക്കാൻ പറ്റത്തില്ല, ബിന്ദുവിന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ചുമതല തനിക്കുണ്ട് എന്ന് മുഹമ്മദ് റിയാസ് കരുതുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തെക്കാൾ സീനിയർ മന്ത്രിമാർ പറയുന്നുണ്ട്, പ്രായമുള്ളവരും സ്റ്റേറ്റിലുള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷേ അവരാരും മിണ്ടാതെ മുഹമ്മദ് റിയാസ് ധൈര്യമായിട്ട് മിണ്ടിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഹീസ് ക്ലോസ് ടു ചീഫ് മിനിസ്റ്റർ. ഏകദേശം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ. സോ നമ്മൾ ഈ പവർ എന്ന് പറയുന്നത് പലപ്പോഴും ഭരിക്കുന്ന ആളിൻ്റെ കയ്യിലല്ല, മറ്റു ചിലരുടെ കയ്യിലാണ്. അതിനെയാണ് അവതാരം എന്ന് വിളിക്കുന്നത്. ഇവിടെ അവതാരം ഉണ്ടാവില്ല എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞെങ്കിലും പിണറായി വിജയൻ ഇപ്പോഴും അവതാരങ്ങളുടെ കയ്യിലാണ് നാടകം നടത്തുന്നത്. ഒരിക്കലത് ശിവശങ്കരനായിരുന്നു. ശിവശങ്കരൻ കുറേ കുരങ്ങ് കളിപ്പിച്ചു. ശിവശങ്കരൻ പച്ചയ്ക്ക് പറഞ്ഞില്ലേ, ഞാൻ എഴുതി കൊടുത്ത് അവിടെ ഒപ്പിടുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ ആയി കൂടണമെന്നില്ലല്ലോ. വേറെ എന്താ മുഖ്യമന്ത്രിക്ക് എന്താ ഇംഗ്ലീഷ് അറിയാമോ? പിന്നെ ഒരു ഡ്രാഫ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് സിമ്പിൾ ഇംഗ്ലീഷ് മനസ്സിലാവും. സിമ്പിൾ ഇംഗ്ലീഷ് എനിക്കും പ്രസ്ഥാനത്തിനും ഒക്കെ മനസ്സിലാവും. പക്ഷേ ഒരു ലീഗൽ ഡോക്യുമെൻ്റ്, അതും IASകാർ സെക്രട്ടറിമാർ തയ്യാറാക്കിയ സാധനം എല്ലാ മുഖ്യമന്ത്രിമാരും ഒക്കെ നോക്കിയിട്ടുണ്ടല്ലോ. സാർ എല്ലാം ക്ലിയറാണ് സാർ. ജ്യോതിലാലിനെ കാണിച്ചോ? ഉവ്വ. അശോകിനെ കാണിച്ചോ? ഉവ്വ. ജോർജ് വെക്കുമ്പോൾ ജോർജ് വെക്കുമ്പോൾ ഇനിഷ്യലുണ്ട് സാർ. പക്ഷേ ശരി തന്നെയായിരിക്കും. നല്ല മുഖ്യമന്ത്രിമാരൊക്കെ നേരത്തെ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നില്ല. പക്ഷേ അവരൊക്കെ വിദ്യാഭ്യാസവും ഇത് തമ്മിലുള്ള വ്യത്യാസമല്ല ഞാൻ പറയുന്നത്. ഒരു IASകാരൻ ഇത് പറയണമെങ്കിൽ അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് എന്നിൽ കണ്ണുമടച്ചുള്ള വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ കൊണ്ട് ഒരു കടലാസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ ഒപ്പിടും. ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റേ ആളുകളുണ്ടോ മറിച്ച ആളുകളുണ്ടോ. കാരണം അത്രയധികം എന്നെ ട്രസ്റ്റ് ചെയ്തിരുന്നു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി അപകടം വന്നു കഴിഞ്ഞപ്പോൾ എന്നെ തള്ളിപ്പറഞ്ഞു. ഇതാണ് ശിവശങ്കരൻ്റെ പരാതിയുടെ മൂലം. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഞാൻ ഇത് ആ ഒരു തർക്കത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അധികാരം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ മനസ്സിൽ മാത്രം ഇരിക്കുന്നതല്ല, അതിനെ നിയന്ത്രിക്കുന്ന ബാഹ്യശക്തികൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ സാക്കിർ ഹുസൈൻ എറണാകുളത്ത് വലിയ നേതാവൊന്നും അല്ലായിരിക്കാം, പക്ഷേ സാക്കിർ ഹുസൈൻ വിചാരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയെ ഒരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.
സാക്കിർ ഹുസൈനെ അറസ്റ്റ് ചെയ്യാൻ എറണാകുളത്ത് എത്രയോ CPM-കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സാക്കിർ ഹുസൈനെ അറസ്റ്റ് ചെയ്യാൻ എത്ര ദിവസം എടുത്തു പോലീസ്? അത് പോലീസിന്റെ ഒരു ഭയം കാണും. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ്, ഇല്ല, ഭരിക്കുന്ന വലിയൊരു നേതാവ്, ഭരിക്കുന്ന പാർട്ടിയിലെ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാക്കിർ ഹുസൈൻ അവിടെ വന്നപ്പോഴാണ് ഇതായത്. കൊറോണ കാലത്ത് പോലീസുകാരൻ ഏതോ വഴിയിലോ ഇതിലെ പോകാൻ പറ്റില്ലെന്നോ കണ്ടെയ്ൻമെൻറ്റ് സോണാണെന്നോ മറ്റോ പറഞ്ഞു. സാക്കിർ ഹുസൈൻ ഡോർ കയറാ നീ മറ. ഇനി വീഡിയോ അന്ന് വലിയ വൈറലായതാണ്. ബിക്കോസ് ഹീ ഈസ് ദ ബോസ്. ഞാനിതൊരു കുറ്റമായിട്ട് പറയുകയില്ല. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പവേഴ്സ് പലരും ഭരണത്തെ നിയന്ത്രിക്കും. അതിൻ്റെ 3 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. സുധാകരനെ ഒതുക്കി എന്നുള്ളത് മാത്രമല്ല, ആലപ്പുഴ ജില്ല തന്നെ CPM SDPIയുടെ കയ്യിലാണ്. 21 പേര് SDPI ബന്ധത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി SDPIക്ക് കീഴടങ്ങുന്നു, അവരുമായിട്ട് ഡീലുണ്ടാക്കുന്നു. പാർട്ടി പല മെമ്പർമാരും SDPIക്കാരാണെന്ന് പറഞ്ഞിട്ട് കുട്ടനാട്ടിലെ 21 പേര്. പിന്നെ പാർട്ടിക്കൊരു സ്വഭാവമുണ്ട്, രാജിവെക്കാൻ പറ്റില്ല, അവർ പിരിച്ചുവിടുകയുള്ളൂ. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പണ്ടില്ലേ കാർന്ന് ഒരു പിച്ചക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ അനന്തരവും പറഞ്ഞു ഇവിടെ ഒന്നുമില്ല പോടാ, ഇവിടെ എന്നിട്ട് വീണ്ടും ഇവിടെ ഒന്നുമില്ല പോ എന്ന് കാർന്നവർ പറഞ്ഞു. കാരണം ഇത് ഇല്ല എന്ന് പറയാനുള്ള അധികാരം അനന്തരവനല്ല, എനിക്കാണെന്ന് കാണിക്കാൻ. അതുപോലെ രാജിവെച്ച പാർട്ടി സമ്മതിക്കില്ല, പിരിച്ചുവിടണം. അങ്ങനെ പിരിച്ചുവിട്ടു സാങ്കേതികമായിട്ട്. ഇറ്റ് ഈസ് ഓൾ വിസിബിൾ പാർട്ടിക്കകത്ത് നടക്കുന്നത്. ഇപ്പം ഈ സാറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ സംഘപരിവാർ അല്ലെങ്കിൽ ഈ ഗവർണർ ഇടപെട്ട് അതിനകത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ CPM-ൻ്റെയും മറ്റ് കക്ഷികളുടെ അപ്രമാദിത്വം കൊണ്ടുണ്ടായ ഒരു മോശം അവസ്ഥ മാറ്റുമെന്നാണോ ഇപ്പം ഈ ഗവർണറുടെ ഇടപെടൽ കൊണ്ട് സാധ്യമാകുന്നത്? അതിനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം കോഴിക്കോട് ഗവർണർ റേസ് ചെയ്തൊരു ചെറിയ കാര്യം റേസ് ചെയ്തു. ഒരു കാർപ്പൻ്ററിൻ്റെ ഒഴിവാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അവിടെ 6 പേരെ നിയമിച്ചു. ഇതെങ്ങനെ നിയമിച്ചു? ഇവിടെ മുതൽ തുടങ്ങുകയാണ്. കാർപ്പൻ്ററിൻ്റെ നിയമം മുതൽ വൈസ് ചാൻസലർ നിയമനം വരെ ഗവർണർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ ചോദ്യം. ആ ചോദ്യം എല്ലാവരും അവഗണിച്ചു. കാരണം അതൊരു കുഴപ്പം പിടിച്ച ഏരിയയാണ് അങ്ങോട്ട് പോവുക എന്നുള്ളത്. ഒന്നാമത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടിംഗ് ബേസ് മാറി. പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തൊഴിലാളി നേതാക്കളെ ഇവിടെ കർഷക തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, ആരെങ്കിലും തൊഴിലാളി എന്നൊരു വാക്ക് പ്രശാന്ത് ഏതെങ്കിലും പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടോ CPM-ൻ്റെ? ഇല്ല. എവിടെ പോയി? തൊഴിലാളികളില്ല, പക്ഷേ ഉള്ള തൊഴിലാളി എപ്പോഴും CPM-ൻ്റെ കൂടെ തന്നെ ഇല്ല. അത് CPM-ൻ്റെ കൂടെ കാണുന്നില്ലല്ലോ. പൗരപ്രമുഖന്മാരിൽ എവിടെയെങ്കിലും CITU നേതാക്കന്മാരുണ്ടായിരുന്നോ? ഏതെങ്കിലും സ്റ്റേജിൽ എവിടെയെങ്കിലും KSKTU, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ, ആ KSKTU എന്താണെന്ന് ചോദിക്കുമോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ? അങ്ങനൊരു സാധനം കേട്ടിട്ടില്ല. ഇതാണ് തൊഴിലാളികളുടെ സ്ഥിതി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അധ്യാപകർ, കോളേജ് അധ്യാപകർ, NGO യൂണിയൻ, പിന്നെ രാജീവ് ഗാന്ധി വോട്ടിംഗ് പ്രായം കുറച്ച് 18 വയസ്സാക്കിയല്ലോ, അതുകൊണ്ട് DYFI SFIയിലെ പിള്ളേർ, ഇവരാണ് വോട്ടിംഗ് കേസ്. അല്ലാതെ അടിസ്ഥാന വർഗമൊന്നുമല്ല. അടിസ്ഥാന വർഗമായിരുന്നെങ്കിൽ ഈ അടിസ്ഥാന വർഗത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഇതിൽ കൊടുക്കുമായിരുന്നു. പൗരപ്രമുഖൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്താ? പൗരപ്രമുഖൻ പാർട്ടിക്ക് സംഭാവന കൊടുത്തവൻ അല്ലെങ്കിൽ കൊടുക്കാൻ സാധ്യതയുള്ളവൻ. ഇവിടെ നെടുമ്പാശ്ശേരി ആ എയർപോർട്ടിന് ചുറ്റുമുള്ള ഹോട്ടലുകളിൽ, സ്ഥാപനങ്ങളിലൊക്കെ ചോദിച്ചു നോക്കിക്കും, 2 മുതൽ 20 ലക്ഷം രൂപ നിർബന്ധിത സംഭാവനയായിട്ട് പിരിച്ചു വരും. ഇവരെ ബാറുകാരെ പിടിച്ചു നിർത്താൻ ഒരു വജ്രായുധമുണ്ട്. ഒന്ന് 600 ചില്ലാനും കോടി രൂപ അവരുടെ നികുതി പിരിച്ചെടുക്കാനുണ്ട്. വേറൊരു 10% നികുതി ബാറുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ 4 വർഷമായിട്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഏത് നിമിഷവും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ബാറുകാർ കോടതിയിൽ പോകും. കോടതി പോയി കഴിഞ്ഞാൽ കോടതി എന്ത് പറയും? നിങ്ങൾ ആദ്യം ടാക്സ് കെട്ടിവയ്ക്ക്, എന്നിട്ട് ഞങ്ങൾ മെറിറ്റിലേക്ക് പോകാം. ടാക്സിൻ്റെ കാര്യത്തിൽ സാധാരണ കോടതി ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരു ഇൻകം ടാക്സ് ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് വെച്ചോ, 1 കോടി രൂപ കിട്ടാനുണ്ടെന്ന് ഇൻകം ടാക്സ്, ഒന്നും കൊടുക്കാനില്ല എന്ന് ഞാൻ. ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ആദ്യം പറയുന്നത്, മോഹൻദാസ് ഒരു കാര്യം ചെയ്യും, ഒരു 50 ലക്ഷം രൂപ അതിൻ്റെ 50% കെട്ടിവയ്ക്കും. കാരണം ഇൻകം ടാക്സുകാരന് വെറുതെ അങ്ങനെ ക്ലെയിമൊന്നും ചെയ്യില്ല. ഒരു പക്ഷേ മോഹൻദാസ് പറയുന്നതിനകത്ത് അതുകൊണ്ട് 50% കെട്ടിവയ്ക്കാൻ പറയും. ഈ ഒരു വജ്രായുധം വെച്ച് ഈ ടാക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഇത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു ഈ ആയുധം, അതുകൊണ്ട് മര്യാദയ്ക്ക് കാശ് കൊടുക്കും.
ഇത് കൂടാതെ ഇളവും കൊടുക്കുന്നുണ്ട്. 600 ചില്ലാൻ കോടി രൂപ അവരുടെ നിന്ന് പിടിച്ചെടുക്കാതെ അതിനകത്ത് കോടതിയിലുള്ള കേസുകളുണ്ടാവാം, ആർബിട്രേഷൻ പോയിട്ടുണ്ടാവാം, പലവിധ ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അവിടെയൊക്കെ കിടക്കുന്നതൊക്കെ ഉണ്ടാവാം. ഏതായാലും ഈ ഗ്രിപ്പ് വെച്ചിട്ടാണ് ഈ നവകേരള സദസ്സിന് കാശ് പിരിച്ചത്. നവകേരള സദസ്സിന് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് വേറുകാർ മാത്രമേ കാശ് കൊടുത്തുള്ളൂ എന്നാണോ? അവർ മാത്രമല്ല, ഹോട്ടലുകാർ. ഞാൻ ഏരിയയും കൂടെ എടുത്തു പറഞ്ഞു. ഹോട്ടലിൻ്റെ പേരെന്നോട് ചോദിക്കരുത്, അത് മര്യാദയല്ലല്ലോ. നെടുമ്പാശ്ശേരി ഭാഗത്തെ എയർപോർട്ടിലിരിക്കുന്ന ഭാഗത്തെ ഹോട്ടലുകളിൽ ഫ്രം 2 lakhs to 20 lakhs ആ ഭാഗത്ത് ബിസിനസ്സും ഉണ്ട്. നമ്മളുടെ പെരിയാറിൻ്റെ തീരത്ത് അവിടെയുള്ള അന്വേഷണം നോക്കുക പ്രശാന്ത്, യു വിൽ ഗെറ്റ് ദ പേപ്പർ. ഇത് വലിയ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അല്ല, പക്ഷേ ക്ലാസിഫൈഡാണ്. ആളുകളുടെ പേര്, സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പരസ്യമാക്കുന്നത് ശരിയാണ്, പിന്നെ നാളെ അവരുടെ ജന്മം കോഞ്ഞാട്ടയായി പോകും. ബട്ട് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ബീയിങ് ഓപ്പറേറ്റഡ്. ഇപ്പോൾ ആ കോടതി ഇടപെട്ടിരിക്കുന്നു. ജില്ലാ കളക്ടർ സ്പോൺസർഷിപ്പ് കണ്ടെത്തി സംഭാവന പിരിച്ച് നവകേരള സദസ്സ് നടത്തണം. അതാണ് കോടതി കയറി സ്റ്റേ ചെയ്തത്. സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സർക്കാർ പറയുന്നു അങ്ങനൊരു ഉത്തരവേ ഇല്ല എന്ന് പറയുന്നു. ഇല്ലാത്ത ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുമോ? ഒരു കടലാസം ഉണ്ടെങ്കിലല്ലേ ഹൈക്കോടതി അതിൽ ആക്ഷൻ എടുക്കുള്ളൂ. കോടതി എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ലെ, ഇടപെടാൻ പൈസ പിരിക്കുന്നതിനകത്ത് മറ്റും ഇല്ലാത്ത ഒരു ഊഹാപോഹം, ഒരു ഹർജി കൊടുത്തപ്പോൾ തള്ളിക്കൊണ്ട് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. ഇല്ല, ഊഹാപോഹത്തിൻ്റെ പുറത്തുള്ള ഹർജി തള്ളി. ഊഹാപോഹം അല്ലാത്ത ഹർജിയിലാണ് സ്റ്റേ ഓർഡർ. മുഹമ്മദ് മുസ്താഖും പിന്നെ ഒരു വനിതാ ജഡ്ജി അവരാണ് സ്റ്റേ ഓർഡർ കൊടുത്തത്. ഇന്നലെ സർക്കാർ പറഞ്ഞു ഇങ്ങനൊരു സ്റ്റേ ഓർഡർ ഇല്ല. ഇത് പറയുമല്ലോ, ഇത് എൻ്റെ കുട്ടിയല്ല, എൻ്റെ കുട്ടി ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ നടത്തി. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് പിന്നെ ആരാണ് ഈ ഉത്തരവ് ഇറക്കിയത്? സർക്കാരല്ലെങ്കിൽ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാരെല്ലാം വേറെ ആരും ഉത്തരവ് ഇറക്കില്ല. എൻ്റെയോ പ്രശാന്തിൻ്റെ ഉത്തരവ് ജില്ലാ കളക്ടർ കേൾക്കുമോ? ഇല്ല, കേൾക്കില്ല. അപ്പോൾ അതിൻ്റെ വേറെ വ്യാഖ്യാനം വരും. ഞങ്ങൾ ഓപ്ഷനാണ് കൊടുത്തത്. ഈ സ്കൂൾ കുട്ടികളുടെ സർക്കുലർ കിടന്ന് കളിച്ച് കണ്ടില്ലേ, അതിലവർ പറഞ്ഞത് എന്താ, ഞങ്ങൾ സ്കൂൾ കുട്ടി വരണോ എന്ന് ചോദിച്ചപ്പോൾ പോകാൻ വിരോധമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കും. അവസാനം 3-ാം തവണ കോടതി പറഞ്ഞു ഈ ഉരുണ്ട് കളി മതിയാക്ക്, ഇനി ഞങ്ങൾ കടുത്ത നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അതോടെയാണ് നിന്നത്. നിന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സദസ്സിൽ ആളില്ലാതെ പോയി. പത്തനംതിട്ടയിൽ 6 മിനിറ്റ് പിണറായി വിജയൻ സംസാരിച്ചുള്ളൂ, ഇറങ്ങിപ്പോയി. സദസ്സിൽ ആളില്ല. അതിൻ്റെ ഫോട്ടോ പുറത്ത് വന്നു. മെയിൻ സ്ട്രീം മീഡിയ കൊടുത്തില്ല, പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടല്ല. സോഷ്യൽ മീഡിയ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഈ നവകേരള യാത്ര അലമ്പാക്കുന്നതിൽ നമ്പർ 1 സംഭാവന സോഷ്യൽ മീഡിയയുടെയാണ്. കാരണം മെയിൻ സ്ട്രീം മീഡിയ പിണറായി വിജയൻ്റെ കൂടെയാണ്. മെയിൻ സ്ട്രീം മീഡിയയും പിണറായി വിജയനും തമ്മിലൊരു വഴക്കുണ്ട്. പക്ഷേ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ പിണറായി വിജയൻ തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. അതാണ് കേരളത്തിൽ നടക്കുന്ന കളി. മീഡിയ പിണറായി സഖാവിനെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ മീഡിയാസ് എല്ലാം പിണറായി വിജയൻ ആത്യന്തികമായിട്ട് അവർ തമ്മിലൊരു ബാറ്റിൽ നടക്കും. ഞാനും പ്രശാന്തും തമ്മിലൊരു വഴക്ക്. അതിൽ 3-ാമതൊരാൾ ഇടപെട്ട് കഴിയുമ്പോഴല്ലോ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നായിട്ട് നീ പോടാ നീ ആരടാ എന്ന് ചോദിക്കില്ല. ഇതാണ് മീഡിയയുടെ. ഈ മീഡിയ തന്നെ പറയുന്ന കടക്കുപുറത്തുനിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പിണറായി വിജയനാണെന്ന്. അതെ, എന്നിരുന്നത് പുറത്ത് കിടന്നു, ഇത്രയല്ലേ ഉള്ളൂ. മിണ്ടാതെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ കുന്തമൊക്കെ തോളത്ത് വെച്ചിട്ട് തല താഴ്ത്തി ഇറങ്ങിപ്പോകുന്ന രംഗം. എൻ്റെ ദൈവമേ, അതുമല്ല നരേന്ദ്രമോദി ആയിരുന്നെങ്കിൽ എന്തായാലും തീ പിടിച്ചു പോയായിരുന്നു ഇവിടെ. അപ്പം ഈ സുധാകരൻ്റെ പ്രസ്താവനയോടുകൂടി കോൺഗ്രസിനകത്തെ വിഷയം എങ്ങനെയാവും എന്ന് നമുക്ക് നോക്കിക്കാണാം. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ്സിൽ. ഇതിലും വലിയ പ്രസ്താവനയൊക്കെ സുധാകരൻ നടത്തിയിട്ടുണ്ട്. RSS ഷായ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങേര് പറഞ്ഞു അല്ലേ? അങ്ങേരെ എന്താ ഞൊട്ടിയോ? ഒന്നും വരാൻ പോകുന്നില്ല. ഒന്നും വരാൻ പോകുന്നില്ലെങ്കിലും അയാൾ കോൺഗ്രസിനകത്തെ സംഘപരിവാറാണെന്നുള്ള രീതിയിലൊരു വ്യാഖ്യാനം വരുന്നു. എങ്ങനെയാവും നമുക്കിനി നോക്കാം. ഇതൊക്കെ ഇതിനു മുമ്പുണ്ട്. കോൺഗ്രസിൻ്റെ മുണ്ട് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ RSSൻ്റെ കാക്കി നിക്കർ കാണുമെന്ന് പറഞ്ഞിട്ട് പണ്ട് മുതലേ നടന്നു ഈ പരിപാടി. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.